നമുക്കറിയാം കരാമറമ്പ് സിംഗിൾ അങ്കമാലി ടൗൺ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കരാമ്പറമ്പ്. ഈ കരാമറമ്പ് ജംഗ്ഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പലവിധ നിവേദനങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മൾ നൽകി. നമുക്കറിയാം ഒത്തിരിയേറെ സ്ഥലമുള്ള ഒരു ജംഗ്ഷനാണ്. എന്നിട്ടും ഒട്ടും വികസനം ഇതുവരെ ഒരു വികസനം എത്തി നോക്കാത്ത ഒരു ജംഗ്ഷനാണ് കരാമറമ്പ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നമുക്കറിയാം ഒട്ടും കരാമറമ്പ് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ഒരു പരിഷ്കാരം അധികൃതർ നമ്മളോട് ഏർപ്പെടുത്തി. അല്ലെങ്കിൽ തന്നെ വണ്ടികളായിട്ട് പൊറുത്തുമുട്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അവസരത്തിലാണ് സിഗ്നലിന്റെ ജംഗ്ഷന്റെ ഒരു വശം സിഗ്നലിൽ ഓഫ് ചെയ്തത്. ഇപ്പൊ ആകെ കിട്ടുന്ന 15 മിനിറ്റിൽ നമുക്കറിയാം ഏതിലാണ് വണ്ടികൾ പോകേണ്ടതെന്ന് നിലവിൽ അറിയാൻ പാടാത്ത അവസ്ഥയാണ്. 10 സെക്കൻഡില് ഇപ്പൊ നമുക്ക് നേരെ മുൻപോട്ട് പോയി കാണാം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കരാമേഴ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് കരാമ്പറമ്പ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം, തീജ്വാല സമരം ജനങ്ങളെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള സമര മാർഗമായിട്ടാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നിവേദനങ്ങളും അതുപോലെ തന്നെയുള്ള പലതരത്തിലുള്ള സമരമാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലാണ് ഈ സായാഹ്നത്തിൽ മണ്ഡലം കോൺഗ്രസ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ അശാസ്ത്രീയമായ റോഡ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് വഴി ട്രാഫിക് ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള നമ്മുടെ പാർക്കട് പഞ്ചായത്ത് അതുപോലെ തന്നെയുള്ള സർവീസ് റോഡിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പോകേണ്ട റൈറ്റിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി. എന്നാൽ ഇന്നത് ആ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരങ്ങളുടെ പേരിൽ അത് അടയ്ക്കുന്ന അല്ലെങ്കിൽ ആ ലൈറ്റ് ഓഫാക്കുന്ന ആ സിഗ്നൽ ഓഫാക്കുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ്. ഇതിന് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ ജനകീയമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്, ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അവർ ഗവനിക്കാതെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ശക്തമായ രീതിയിൽ സമരമാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. ഇതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ MLA യും അതുപോലെ തന്നെയുള്ള മന്ത്രിയും അടക്കമുള്ള ആളുകൾ വന്നു. വളരെ നല്ല രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ബോധ്യവാന്മാർക്കെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമാണ് ഇവിടെ ഈ സിഗ്നൽ തുറന്നു കിട്ടാത്തതിന് കാരണം. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിഗ്നൽ തുറന്നു കിട്ടണമെന്ന് ആ അധികാരികൾ ആവശ്യപ്പെട്ടിട്ടും അവർ അനങ്ങാപ്പറ നയമാണ് സ്വീകരിക്കുന്നത്. സിഗ്നൽ പുനഃസ്ഥാപിക്കലും ഒക്കെ ആയി നമുക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ തന്നു പോയെങ്കിൽ പോലും ഇതുവരെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം ഇവിടെ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അപകടങ്ങൾ നടക്കുവാനും നേരത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാട് ഈ വഴി സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനായ MLA നമുക്ക് വേണ്ടി ഈ സിഗ്നൽ എല്ലാം പുനഃസ്ഥാപിക്കണമെന്നും ഇവിടെ കരയാമ്പറമ്പത്ത് പരിഷ്കാരങ്ങൾ കൂടുതൽ കൊണ്ടുവരാതെ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ നമ്മളോട് ആ ദിവസങ്ങളിൽ തന്നെ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുമെന്നും സിഗ്നലൊക്കെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഇതുവരെ അത് നടത്തി കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു സൂചന പണിമുടക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇനിയും അധികാരികൾ കണ്ണു തുറക്കാതെ ഇത് ഇങ്ങനെ തന്നെ നീട്ടിക്കൊണ്ടുപോകാനാണ് കരുതുന്നെങ്കിൽ നമ്മൾ ഇനിയും സമരമായി കരയാമ്പറമ്പ് നിവാസികൾ മുന്നിട്ടിറങ്ങുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമുക്കറിയാം ചെറിയ ഒരു കാര്യം വന്നപ്പോഴേക്കും ഇവിടെയുള്ള നമ്മുടെ മെമ്പർ റോയ് ഗോപുരത്തിങ്കലിന്റെ കൂടെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പല ദിവസങ്ങളിലും രാത്രികളിലും പാതിരാത്രികളിലും ഒക്കെ ഇവിടെ നിൽക്കുകയുണ്ടായി. ആ ഒരു കാര്യം ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ വണ്ടികൾ വരുമ്പോൾ 4 ഭാഗത്തേക്കും പോകുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇങ്ങോട്ട് കടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് കുറെ നാളുകളായി ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട്
നമ്മളത് MP വഴിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മൾ MP യോടൊക്കെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. MP നമ്മളോട് അത് ചെയ്തു തരാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമുക്കത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 6-ാം തീയതി വെളുപ്പിന് 2 മണിക്കാണ് നമ്മൾ ഈ സിഗ്നലിന് വേണ്ടിയിട്ടുള്ള ഈ സമരം പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി 2 മണിക്ക് കിടന്നുറങ്ങുമ്പോഴാണ് ഇവിടെ ഈ ഹോട്ടലുകാർ വിളിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഈ പറയുന്ന ബ്ലോക്ക് ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് നിരത്തുന്ന ഒരു സീനാണ് കണ്ടത്. അതിന്റെ മുമ്പിലേക്ക് നിന്ന് അന്ന് തുടങ്ങിയ ഈ സിഗ്നൽ, അന്ന് തുടങ്ങിയ കാവലാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിഗ്നലാണ് നമ്മുടെ മനസ്സിൽ. 3 പ്രാവശ്യം ഇത് വൺ വേ ആക്കാനായിട്ട് വന്നു. 3 പ്രാവശ്യവും നമ്മുടെ ഒരൊറ്റ മനസ്സോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ ബ്ലോക്ക് നിരത്താൻ സമ്മതിക്കാതിരുന്നത്. തീർച്ചയായിട്ടും മന്ത്രി വെറുതെ ഒരു ഗിമിക്ക് കാണിക്കാനായിട്ട് ന്യൂസിന് വേണ്ടി മാത്രം വന്ന് അദ്ദേഹം എല്ലാ സിഗ്നലിലും വന്ന് വെറുതെ വാക്ക് പറയും. അത് പാഴ്വാക്കാണെന്നുള്ളത് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹം ഒരു പരിഷ്കാരം നടത്തി. പരിഷ്കാരത്തിന് ഒരിക്കലും കരയാമ്പറമ്പ് നിവാസികൾ എതിരല്ല. പക്ഷേ കരയാമ്പറമ്പ് നിവാസികളെ 2 ഭാഗമായിട്ട് തിരിക്കുന്ന പരിഷ്കാരം ഈ നിവാസികൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ഒരു കാര്യം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ നാടിന്റെ ഒറ്റ മനസ്സോടെയുള്ള കെട്ടുറപ്പോടെയുള്ള ഈ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ഈ സിഗ്നല്, നമുക്ക് ഉണ്ടായിരുന്ന സിഗ്നല് വീണ്ടും വരുന്നോടത്തോളം വരെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ സായാഹ്നത്തിൽ കരയാമ്പറമ്പിൽ നമ്മൾ മെഴുതിരി കത്തിച്ച് ഒരു പ്രതിഷേധത്തിന്റെ അലയോടി സൃഷ്ടിക്കുന്നത്. ഏതാനും 1.5 മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വന്ന് പല പരിഷ്കാരങ്ങളും ഹൈവേയിൽ പല ഭാഗങ്ങളിൽ നടത്തി. പക്ഷേ കരിയാമ്പറമ്പിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ അതിൽ കൂടുതൽ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇതുവരെയുള്ള ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന നിലവിലുള്ള സിഗ്നലുകൾ അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ മെഴുകുതിരി പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റു മന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത്. കാരണം ബഹുമാനപ്പെട്ട MLA-യും അതുപോലെ തന്നെ MP-യും അടക്കമുള്ളവർ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വന്ന് ഒരു യോഗം വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് അതിൽ ബഹുമാനപ്പെട്ട റോയ് മെമ്പറും പ്രസിഡന്റും ഒക്കെ പങ്കെടുത്തതാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾ ശക്തമായി നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഇവിടെ വെച്ച് ഈ സിഗ്നൽ കട്ട് ചെയ്താൽ നാട്ടുകാർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനികളുടെ അപകടത്തിൽ അവർക്ക് മരണപ്പെട്ടവർക്ക് ഒരു തുക പോലും നൽകാൻ പറ്റാത്ത രീതിയിൽ അതിനെ ആക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ക്രമീകരണം വരുന്നത്. അതിനെതിരെയായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അത് അത്തരത്തിലുള്ള ഒരു സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ന്യായമായ ആവശ്യം. അത് കഴിയുന്നത് വരെ ഞങ്ങൾ ഇതുവരെ ശക്തമായ നടപടികളുമായിട്ട്, കാരണം നമുക്കറിയാം NH-ഉം അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഇതൊക്കെ വരാൻ പോവുകയാണ്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡെവലപ്മെന്റ് വരാൻ പോകുന്ന സാഹചര്യമാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് നമ്മുടെ ഈ കരിയാമ്പറമ്പിനെ അതിന്റെ ഏറ്റവും മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെ ദേശീയപാത അതോറിറ്റി മനസ്സിലാക്കി മൂക്കുന്നൂര് പോലെയുള്ള പ്രധാനപ്പെട്ട മലയോര മേഖലകളിൽ നിന്ന് വന്ന് യോജിക്കുന്ന ഒരു വഴിയാണ് ഇവിടെ. അതോടൊപ്പം തന്നെ അടിപ്പാതയും അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ദേശീയപാതയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ സംസാരിക്കാനും അതിനുവേണ്ടിയുള്ള നടപടികളുമായി ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ നാളുകളായി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തി ഏതുവിധേനയും തങ്ങൾ ആഗ്രഹിച്ച പോലെ അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ തീരുമാനത്തിനെതിരെ സന്ധിയില്ലാ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് ഇതുപോലുള്ള ഒരു സമരവുമായി ഇപ്പോൾ വീണ്ടും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്.
മന്ത്രി നമുക്ക് കരയാമ്പറമ്പ് നമുക്ക് ന്യായമായി പറയാനുള്ള ഒരു കാര്യം, മന്ത്രി കരയാമ്പറമ്പിലെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കണം എന്ന് തന്നെയാണ്. ഈ പ്രദേശത്തിന്, കരയാമ്പറമ്പ് പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മൂക്കുന്നൂരിന്റെ മുനിസിപ്പാലിറ്റിയുടെ, പാറക്കടവിന്റെ ഒക്കെ ഒരു സംഗമ സ്ഥാനമാണ് ഈ കരയാമ്പറമ്പ് പ്രദേശം. ഒരുപാട് വികസന പ്രവർത്തന ഏരിയ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ കരയാമ്പറമ്പിലെ ജനങ്ങൾക്കിടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സമീപനങ്ങളുമായി, അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഏത് വിധേനയും അത് ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. പ്രാർത്ഥനാപൂർവ്വം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം തമ്പുരാനും കാണാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്കറിയാം, ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ്. ഇത് എന്ത് വില കൊടുത്തും നാം നേരിടേണ്ട ഒരു സമരം തന്നെയാണ്. നമുക്കറിയാം, കുറെ നാളുകളായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചിലേറ്റിയ ഒരു സമരമാണിത്. ഏത് സമയത്തും, രാത്രിയായാലും പകലായാലും അവര് അധികാരികൾ ഇവിടെ എത്തിയാൽ ഓടിക്കൂടുന്ന ഈ ജനസമൂഹത്തിന്റെ അവർക്ക് ആവേശം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഴുകുതിരി പ്രതിഷേധ സമരം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സിഗ്നലിനെ ആശ്രയിച്ചാണ് നമ്മുടെ എല്ലാവരും, ഒരുപാട് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അതില് നമുക്ക് ഈ സിഗ്നൽ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ ഒത്തിരി കിലോമീറ്ററുകൾ കറങ്ങി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കി മന്ത്രി വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് മന്ത്രി രണ്ടാം പ്രാവശ്യം ഈ സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നിർദ്ദേശം മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട MLA യും MP യും ഒക്കെ നൽകിയതാണ്. പക്ഷെ അവരുടെ ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ സിഗ്നൽ പോസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി. നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. യാതൊരു കാരണവശാലും ഇവിടെ അനുയോജ്യമല്ലാത്ത രീതിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സർവീസ് റോഡിൽ നിന്ന് വരുന്ന ഭാഗത്തേക്കുള്ള സിഗ്നൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ലൈറ്റുകൾ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതോറിറ്റിയെ, എല്ലാ അധികാരികളെയും സമീപിക്കുകയും ബഹുമാനപ്പെട്ട MLA യും MP യും സമീപിക്കുകയും അവർ വീണ്ടും വിളിച്ച് ആധികാരികമായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾക്കെതിരെ നമ്മൾ ശക്തമായി ഇനിയും പോരാടേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.